ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേഷ്. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലാറാണ്. കല്ലാർ നമ്മുടെ ഗോൾഡൻ വാലി എന്ന് പറയുന്ന നമ്മൾ ആ ഒരു പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഗൈസ്, എൻ്റെ ലൈഫിലെ ആദ്യത്തെ ട്രക്കിലോട്ടാണ് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ചോല ട്രക്കിനാണ്. അതായത് ട്രിവാൻഡ്രത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 12 കിലോമീറ്റർ ഡീ ഫോറസ്റ്റിനുള്ളിൽ നമ്മൾ നടന്ന് ട്രക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ചോല എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 12 കിലോമീറ്റർ വരുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ട്രക്കാണ്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് പൊന്മുടി റീജിയനിൽ വരുന്ന ഒരു ട്രക്കാണ് ചോല. നമുക്ക് പോകുന്ന വഴികളിൽ മേ ബി അനിമൽസിനെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. റെയർലി ആണ് കാണാൻ ചാൻസ് ഉള്ളൂ. സോ ഒരു ആനയോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങൾ ചിഹ്നിച്ചതിനെ ഓടരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സംയമനം പാലിച്ച് ഗൈഡിയേറ്ററിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പോവുക. പിന്നെ ആരും ഒരുപാട് ഒച്ചപ്പാടുകളൊന്നും ഉണ്ടാക്കരുത്. മീൻസ് ഫോറസ്റ്റ് ഏരിയ ആണ്, നിങ്ങൾക്ക് സംസാരിക്കാം, അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ചെറിയ രീതിയിൽ സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമുക്ക് ഇഴജന്തുക്കൾ ഈ ചുരുട്ട എന്ന പേരിലുള്ള കുറച്ച് സ്നേക്സ് ഒക്കെ അവിടെ കരയേക്കാണ്. അപ്പോൾ നിങ്ങൾ മുകളിലോട്ട് നോക്കി അടക്കുമ്പോൾ താഴോട്ട് നോക്കിയും കൂടെ ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ നമുക്ക് ഗൈഡ് ചേട്ടനും അതുപോലെ കോർഡിനേറ്ററൊക്കെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ബസ് നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കായിരിക്കും. മാത്രമല്ല ഇന്ന് സൺഡേ ആണ്. അപ്പോൾ തിരക്കാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് പൊന്മുടി ഏകദേശം 10-16 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നിന്ന് പോവേണ്ടി വരും. ഒരുപാട് തിരക്കാണെങ്കിൽ കയറാനും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കേണ്ടി വരും. വണ്ടി എടുത്തിട്ട് നേരെ എയർപോർട്ടിൻ്റെ അവിടെ കൊണ്ടിടേണ്ടി വരും എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ആനയുടെ കാര്യവും ലീച്ചസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ആന വന്നാൽ ചെറിയ ഓടരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല. എന്തായാലും അവർ പറയുന്ന പോലെ കറക്റ്റായിട്ട്, പിന്നെ അതുപോലെ സ്നേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് പോകണം. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. ഗൈസ്, അപ്പോൾ ഞാൻ ലീച്ച് സോക്സൊക്കെ ഇട്ട് സെറ്റായി നിൽപ്പുണ്ട്. നമ്മൾ ബസ് ഇറങ്ങി ഉടനെ ലീച്ച് സോക്സൊക്കെ ഇട്ടൊന്ന് സെറ്റാവാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രക്കിൻ്റെ ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഗ്യാങ്ങാണ്. ഗൈസ്, അപ്പോൾ പൊന്മുടി മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലായിരുന്നു ചോല ട്രക്ക് ഇതുവഴിയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇടവഴി കൂടെയാണ് കേട്ടോ നമ്മൾ ചോല ട്രക്കിലോട്ട് പോകുന്നത്. എല്ലാവരും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴച്ചാറ്റിലും ഉണ്ട് കേട്ടോ. ഈ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഒരു കിട്ടില്ല വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ ഞാൻ കാണിച്ചു തരാം. കുറച്ച് പുല്ലുണ്ട്. ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കിട്ടില്ല വ്യൂ ഉണ്ട്. ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ ആണ്. ഗൈസ്, ഇവിടെ വന്ന് ഇറങ്ങുന്നത് വരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വന്ന് നമ്മൾ ജസ്റ്റ് ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മഴ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വന്ന സമയത്ത് തന്നെ ലീച്ചസിൻ്റെ സാന്നിധ്യം നമ്മൾ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ സാനിറ്റൈസറും അതുപോലെ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മഴയാണെങ്കിൽ കുറച്ചും കൂടെ ലീച്ചസ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഫുൾ സ്ലീവ് ഇടാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കണക്കിന് നന്നായി. കാരണം ഇതുപോലത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത പക്ഷെ നമ്മൾ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പോവേണ്ടി വരും കേട്ടോ. ഇതാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ. ചേട്ടാ ഒരു ഹായ് പറയാം. ചേട്ടൻ്റെ പേര് രാജേഷ് അല്ലേ? ദൂരം പുൽമേട, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേമൂർ എസ്റ്റേറ്റ്, അതിപ്പോ ലോക്കോട്ടായി കിടപ്പുണ്ട്. അടങ്ങി ആ എസ്റ്റേറ്റ് അവിടെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ആ എസ്റ്റേറ്റ് അവിടെ ചെന്ന് തിരിഞ്ഞ് പോകുന്നതാണ് ഫോറസ്റ്റിലേക്ക് കയറുന്നത്, സോലയിലേക്ക്. അത് നേരെ കുറച്ച് പോകുമ്പോൾ ബേസ് ക്യാമ്പ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇതേപോലെ വീണ്ടും 5 കിലോമീറ്റർ നടന്നാണ് നമ്മൾ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് എത്തുന്നത്. അപ്പൊ അതുവരെ പോകുന്ന വഴിക്ക് ഒരുപാട് ലീച്ചസ് ഉണ്ട്. മഴ കാരണം ഇപ്പൊ മഴ മാറിയിട്ടില്ല. മഴയുടെ ഇതിലുകൊണ്ട് ലീച്ച് കൂടുതലാണ്. പിന്നെ ഇഴജന്തുക്കൾ നല്ല സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചെന്ന് ഇരിക്കുമ്പോൾ മരത്തെ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ച് വളരെ കെയർ ആയിട്ട് ചെയ്യുക. ചിലന്തികളുണ്ട്. പിന്നെ വലിയ വന്യമൃഗങ്ങളായ ആന, കരടി, കാട്ടുപോത്ത്, ലെപ്പേഡ് എല്ലാം ഉള്ള ഏരിയയാണ്. എല്ലാ സാധ്യതയുള്ള ഏരിയയാണ്.
അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോവുക. പിന്നെ സൗണ്ട് ഒച്ച സൈലന്റ് ആയിട്ട് തന്നെ പോവുക. പിന്നെ മുള്ള് ശരിക്കുണ്ട്, അപ്പൊ ശ്രദ്ധിച്ച്, ഞാൻ മുമ്പേ പോകും എന്നാലും ശ്രദ്ധിച്ച് വളരെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് വരാൻ പറ്റൂല. പിന്നെ ഒരുപാട് ബാഗ്സ്, ഒരുപാട് ബട്ടർഫ്ലൈസ് ഉള്ളതാണ്. അത് ചിലപ്പം എന്റെ കണ്ണിൽ കാണാത്ത നിങ്ങളെ കണ്ണിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇപ്പോൾ കുറച്ച് മിസ്റ്റ് മൂടിയതുകൊണ്ടാണ്. ചിലപ്പോൾ കാറ്റടിച്ച് മിസ്റ്റ് മാറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ. നമുക്ക് അപ്പൊ ഹാപ്പി ആയിട്ട് തന്നെ എന്ന് ചെന്ന് എൻജോയ് ചെയ്ത് വരാം. ഞാൻ മുമ്പോട്ടുണ്ടാക്കാം. ഓക്കെ ഗൈസ്, ലീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വരുന്ന സമയത്ത് ഒരിടത്ത് നിൽക്കാതിരിക്കുക, മാക്സിമം നടന്നുകൊണ്ടിരിക്കാനായിട്ട് നോക്കുക, ഇല്ലെങ്കിൽ ലീച്ചസ് പെട്ടെന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അതാണ്. പിന്നെ അവിടുത്തെ ചേട്ടൻ പറഞ്ഞതിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പോകുന്ന സമയത്ത് ഇഴജന്തുക്കൾ, ഇഷ്ടംപോലെ ഇഴജന്തുക്കളുണ്ടെന്ന് പറഞ്ഞ്, അതുപോലെ പുലി, കടുവ, ആന തുടങ്ങിയ ചെറിയ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. അധികം ഒച്ചയൊന്നും ഉണ്ടാക്കാതെ പോകാനാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വാട്ടറൊക്കെ ക്യാരി ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് അത് തീരും. പിന്നെ നമുക്ക് എടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറേ അങ്ങ് ചെന്നിട്ട് നമുക്ക് ഒരു കുളിക്കാനായിട്ടൊരു സ്പേസ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. ഗൈസ്, എല്ലാവരും അട്ട ഹണ്ടിങ്ങിലാണ്. അപ്പോൾ ചെറിയ മഴ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം വരുന്ന സമയത്ത് ഇഷ്ടം പോലെ അട്ടയുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ കാലിൽ നോക്കിയാൽ തന്നെ ഒരുപാട് അട്ടയുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. എങ്കിൽ നമ്മളെ ട്രക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അട്ട കയറിയോ? രണ്ടെണ്ണം കയറി. 10-11 മണിയാണ് ആയത്, പക്ഷേ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വൈബ് പിടിച്ച് അങ്ങ് പോയാൽ അടിപൊളിയായിരിക്കും. മഴ പെയ്യാതിരുന്നാൽ മതി ഗൈസ്, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ജേണി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അടുത്ത ഇതുപോലെ ട്രക്കിന് വരാൻ പറ്റും. മാത്രമല്ല അവർ അഗസ്ത്യാർകൂടം അതുപോലത്തെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ദേ താഴെ ഫുള്ള് കൊക്കയാണ് കേട്ടോ. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല ഐസ്. വല്ല പുലിയോ ആനയോ അവിടെ ഫ്രണ്ടിലായിരിക്കും ചെന്ന് പെടുന്നത്. എന്തായാലും സാനിറ്റൈസർ എന്തായാലും തീരും. അവിടെ എത്തുമ്പോഴേക്കും തീരും എന്തായാലും. പടിയൊക്കെ സെറ്റാക്കിയോ? കാണാൻ വേണ്ടിട്ട് ഒരു രസം. ശരിക്കും ഇതാണ് നമ്മുടെ ആയുധം. ഇതും കൊണ്ടാണ് നമ്മൾ പോവേണ്ടത് ആക്ച്വലി. കോട ഉണ്ടോ? അടിപൊളി കോട. 30 പേര് അടങ്ങുന്ന ഒരു ടീമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ജേണി ഇപ്പോൾ ഏകദേശം ഒരു 1 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ പോകുന്നത് സ്ട്രെയിറ്റ് ഒരു പാത്തല്ല, കറക്റ്റ് എന്താണ് ഫോറസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല കുണ്ടും കുഴിയും കയറ്റും ഇറക്കമൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്ററൊക്കെ ആയിട്ടുള്ളൂ, പക്ഷെ കുറേ നടന്നൊരു ഫീലാണ്. അതാണ് ഒരു കാര്യം. ലോക്കൗട്ട് ആയത് വളർന്ന് വെട്ടാതിരിക്കുകയാണ്. ഇതൊക്കെ തേയിലാണ്.
ഇനി ഈ ജണ്ട ഉണ്ട് ഇവിടെ, അതായത് ഒരു ഇതിന് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അതിന്റെ മേളിൽ ഫോറസ്റ്റും അതിന്റെ താഴെ എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റിൽ കൂടെയാണ് യാത്ര. അട്ട ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നേരെ ബ്രൈമൂർ എസ്റ്റേറ്റ് ആ ഒരു തേയിലത്തോട്ടം ആ സൈഡിലോട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഇത് ആന ഉള്ളതിന് തെളിവാണ് കേട്ടോ. ഇത് കിടക്കുന്നുണ്ടോ, ആനയൊക്കെ വരുന്ന സ്ഥലമാണ്. ഗൈസ് കാട്ടുപോത്ത് ഇതുവഴി പോയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞ കേട്ടോ. ഗൈസ് ഇവിടെയാണ് കേട്ടോ പാമ്പുള്ളത്. വളരെ കുഞ്ഞാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത്രയും ചെറിയ സാധനം പുള്ളി എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. ഭയങ്കര ചെറുതാണ്, നമുക്ക് അടുത്ത് നിന്നിട്ട് വരെ കാണാൻ പറ്റുന്നില്ല. അതുവഴി നോക്കണ്ട, ഇതുവഴി വരുമ്പോ കാണാൻ പറ്റും. ബ്രോ ടച്ച് ചെയ്യണ്ടത്. അപ്പൊ ഈ പാമ്പ് നമ്മുടെ കൂട്ടത്തിലുള്ളൊരു ചേട്ടൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇത്രയും ചെറിയ പാമ്പ് എങ്ങനെ കണ്ടുപിടിച്ചു വന്നു പുള്ളി? ഈ പാമ്പ് വരുമ്പോഴത്തേക്കും ലീച്ചിന്റെ പേടി അങ്ങ് മാറും. അതിലും വലുതാണല്ലോ പാമ്പ്. അപ്പൊ ലീച്ചൊന്നും അല്ലാതാവും. എന്തായാലും അത് ഒരു കുഞ്ഞൊരു പാമ്പാണ്. അതിങ്ങനെ കരിയിലയോടെ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. വളരെ ചെറിയൊരു ഇടുങ്ങിയൊരു വഴി, ആ വഴി കൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഉറുമ്പ് കണ്ടോ? ഈ ഉറുമ്പ് കടിച്ചാലും മതി കേട്ടോ. അതെ കളർ അതന്നെ. ആ അതില്ല മല, അത് കടിച്ചാൽ 2-3 ദിവസം വിഷം തന്നെയാണ്. പെരുവി നീരുണ്ട്, ട്രീറ്റ്മെന്റിൽ പോകും. വലിയ വിഷമില്ല. വൈപ്പർ എന്നത്, ആ അതാണ് വൈപ്പർ. അത് മലബാർ ഗുഡ് വൈപ്പർ എന്ന് പറയുന്നതാണ്. ആ ഇതന്നെ സംഭവം, മലബാർ ഗുഡ് വൈപ്പർ. ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹോൾട്ടാണ്. ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം കുറച്ച് റെസ്റ്റ് എടുത്ത് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോകാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും ഇതുവരെയുള്ള യാത്ര അടിപൊളിയായിരുന്നു. കാരണം നമുക്ക് പാമ്പിനെ കാണാൻ പറ്റി, അതുപോലെ ബീച്ചസ്, ഒരുപാട് ബീച്ചസ്, അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് കേട്ടോ. ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് കയറും. ഗൈസ് അപ്പോൾ നമ്മൾ പിന്നെയും ട്രക്ക് പുനരാരംഭിച്ചിരിക്കുകയാണ്. ബീച്ചസ് ഇത് ഇവിടെയൊക്കെ ബീച്ചസ് ആയിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ പോയിട്ട് നോക്കുമ്പോൾ അറിയാം എവിടെയൊക്കെ ബീച്ചസ് ഉണ്ട് എന്നുള്ളത്. ഇതാണ് മൂട്ടിപ്പഴം എന്ന് പറയുന്ന സാധനം. മൂട്ടി ഇതിന്റെ വേറൊരു കളറുണ്ട്, ഒരു ഓറഞ്ച് പോലത്തെ കളർ സാധനം. ഇത് റെഡ്. സോറി, കുഴപ്പമില്ലേ. ഇതാണ് മുട്ടിപ്പഴം. എടുത്തോ കളയാനല്ലേ? ഇതാണ് നമ്മുടെ മുട്ടിപ്പഴം. നമ്മുടെ റംബൂട്ടാൻ പോലെയൊക്കെ ഒരു സാധനമാണ് കേട്ടോ. ആ തോട് പൊളിച്ചിട്ട് ഈ സാധനമാണ് കഴിക്കേണ്ടത്. കഴിച്ചു നോക്കാം. ഭയങ്കര പുളിയാണ്, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഭയങ്കര പുളിയാണ്. ഇതൊക്കെ ചെറുതൊക്കെ പിഞ്ചാണ്. ഇതൊക്കെ ആയി പറഞ്ഞ മഴയായിട്ടാണ് പുളിപ്പല്ലേ. ഇതാണ് സാധനം, ഇഷ്ടം പോലെ കൊണ്ട് റംബൂട്ടാൻ പോലെ ചേട്ടാ. തോട് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിച്ചാൽ മതി. ഗൈസ് ആ പഴം നമ്മൾ ഈ റംബൂട്ടാനൊക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ഫീലിൽ നമുക്ക് ആ തോട് പൊളിച്ചിട്ടാണ് കഴിക്കേണ്ടത്. കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. പക്ഷേ മഴ കാരണം ഭയങ്കര പുളിപ്പാണ് കേട്ടോ. മഴയില്ലെങ്കിൽ ആ പുളിപ്പ് വരില്ല എന്നാണ് ഫോറസ്റ്റ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും കാട്ടിലെ പഴം തിന്നാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ലേ, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് വള്ളിച്ചോറിൽ കേട്ടോ. ഇതിൻ്റെ മൂടാണ്. ആക്ച്വലി ഇത് നേരെ മുകളിലോട്ട് ഇനി അങ്ങോട്ട് പടർന്ന് പോയിട്ടുണ്ട് കേട്ടോ. മുള്ളാണ്. ഉണ്ട്.
യെസ്, ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ഹോൾട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഇരുന്നായിരിക്കും നമ്മളിനി ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ. ഇനി നമുക്ക് ഓരോരുത്തർ അട്ട പറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പ്. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഗൈസ്. ഉച്ചയ്ക്ക് ശേഷം കിട്ടിലും മഴയായിരുന്നു. അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ടാണ് പോയത്. ക്യാമറ എടുക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്രയ്ക്കും ഹെവി റെയിൻ ആയിരുന്നു. ഗൈസ്, അപ്പോൾ നല്ല മഴയാണ്. എനിക്കാണെങ്കിൽ ക്യാമൊന്നും എടുക്കാൻ പറ്റാത്ത അത്രയും മഴയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മൾ ആദ്യം വന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞെരിച്ച മഴയെന്ന് പറഞ്ഞാൽ ഞെരിച്ച മഴ, കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ ലീച്ചസ്. എൻ്റെ ഇവിടെയും എല്ലാം ലീച്ചസാണ്. സാനിറ്റൈസർ അടിക്കുക എടുത്ത് കളയും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ക്യാമ നോക്കി വരാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് കാടും ഇതൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട് നോക്കി നടക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും, തെന്നി അടിച്ചിട്ട് വീഴും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല ചറുക്കലും ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 3:30 മണിയായി. നമ്മളിപ്പോൾ അതേ ആ വലിയൊരു പുഴയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു പുഴ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും കേട്ടോ. ഇവരെല്ലാം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രക്ക് ഫിനിഷ് ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ആ ട്രക്ക് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? മഴയും ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണോ ട്രക്ക്? കാടിന്റെ ആ ഒരു വൈബ് അറിയാൻ പറ്റിയല്ലേ? ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ ട്രക്കിന് വരുന്നത്? ഇങ്ങനത്തെ ട്രക്ക് ഫസ്റ്റ് ടൈം ആണല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? വരണമെന്നോ വരണ്ടെന്ന് പറയണം? വരണമെന്ന് പറയും. മഴയത്ത് തന്നെ വരണമല്ലേ? ഓക്കെ, താങ്ക് യു. അട്ടയുടെ കടി കൊള്ളണം. അതെ, കുറെ ഉണ്ടായിരുന്നല്ലേ അട്ട, ഇഷ്ടം പോലെ. നമ്മളുടെ കുറെ ചീത്ത ബ്ലഡ് പോയിട്ട് നല്ല ബ്ലഡ് വരും. അതെ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളെ ട്രക്കെല്ലാം കഴിഞ്ഞതേ നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ നേരെ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 12 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് കാടിനുള്ളിൽ കൂടെ ഈ അട്ടയുടെ കടിയൊക്കെ കൊണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്കും വേറെ ആരും വീഴോ അങ്ങനെ അപകടം പറ്റിയോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. എല്ലാവരും സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോല ട്രക്ക് എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ വരിക. നല്ല മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ട്രക്കിന് വരിക. ഞാൻ എന്തായാലും നമ്മുടെ ജേണി ക്രാഫ്റ്റിൻ്റെ നമ്പറെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.